ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞങ്ങൾ തമ്മിൽ ആകെ ഒരു 10 ദിവസത്തെ പരിചയമാണുള്ളത്. പക്ഷേ ഈ 10 ദിവസത്തെ പരിചയം ഒരു മുജ്ജന്മ സുഹൃതം പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്. അമർനാഥ് യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ മുറിയിൽ താമസിച്ചു. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ സാരഥികളിൽ ഒരാളായ മാലിനിയെ എനിക്ക് 10 വർഷത്തിന് മുമ്പേ അറിയാമായിരുന്നുവെങ്കിലും ഈ രാജേശ്വരി ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ വളരെ വിശദമായി അറിയുന്നത് സുരേഷ് സാറിൽ നിന്നാണ്. ഞങ്ങൾ രണ്ടും ഒരേ മുറിയിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ ഫൗണ്ടേഷനെ കുറിച്ചായിരുന്നു. അതോടൊപ്പം സഹകരിക്കണമെന്നും എന്നോട് വളരെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറയുകയും ചെയ്യാം. ഏതായാലും ആ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ 10 ദിവസത്തെ അനുഭവങ്ങൾ വിവരണാതീതമാണ്. പല വിഷയങ്ങളും ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഹിന്ദി അദ്ദേഹത്തിന് നല്ല വശമായിരുന്നു. അങ്ങനെ നല്ല വശമായിരുന്നത് എങ്ങനെ എന്നൊരു ചോദ്യത്തിനാണ് അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് എന്ന മറുപടിയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇനിയുള്ള യാത്രകൾ നമുക്ക് രണ്ടുപേർക്കും മാത്രമാകാം, ചെറിയ ഗ്രൂപ്പിൽ വലിയ ഗ്രൂപ്പിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. എന്നിരുന്നാലും തൊട്ടടുത്ത് തന്നെ ആദി കൈലാസ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ഞങ്ങൾ അതിനുവേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ആ ഗ്രൂപ്പിനോടൊപ്പം ചെയ്യുകയും ചെയ്തെങ്കിലും ആ യാത്ര ഞങ്ങൾക്ക് ഇരുവർക്കും പോകാനായില്ല. അപ്പോഴാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് വിട്ടത് എന്ന് ഞാൻ ഒരു ദിവസം ഫോണിൽ ചോദിച്ചപ്പോഴാണ് നമുക്ക് കാണാം എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ അവിടെ എത്തി അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴാണ്, അപ്പോൾ നല്ല ആരോഗ്യവാനാണ് ദിവസങ്ങളിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് യാത്ര പോകാൻ ഇനി പറ്റുമോ എന്നറിയില്ല എന്നാണ്. ഏതായാലും ഈ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ മാത്രം അറിയട്ടെ, പിന്നീട് നമുക്ക് എല്ലാവരുടെയും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പങ്കുവയ്ക്കാമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പലതവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ. പക്ഷേ എനിക്ക് 2023 10 ദിവസങ്ങൾ മാത്രമാണ് കഴിഞ്ഞത്. ആ 10 ദിവസത്തെ പരിചയത്തിനിടയിൽ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പറയാനാവില്ല. അത്രത്തോളം അടുപ്പമാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. ഏതായാലും ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞാൻ ഒരു യാത്ര പോകാൻ തയ്യാറെടുക്കുകയും അത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോൾ വരാൻ കഴിയില്ലെന്ന്. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. യാത്ര പറഞ്ഞാണ് ഞാൻ ഹരിദ്വാർ, ഋഷികേശ്, ബദ്രീനാഥ് യാത്രയിൽ ജൂണിൽ പോയത്. അതിനുശേഷം കാണാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കാണാനായില്ല. മരണം പറഞ്ഞ ദിവസം തന്നെ ഞാൻ അവിടത്തെയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അവിടെയുള്ള കുടുംബാംഗങ്ങളെയും മറ്റും കാണുകയും ചെയ്തു. അന്നാണ് മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ മക്കളെയൊക്കെ പരിചയപ്പെടുന്നത്. ആരെയും നേരത്തെ അറിയാമായിരുന്നു, അവിടെ ചെല്ലുന്ന സന്ദർഭങ്ങളില്ല. ഏതായാലും 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തമ്മിലുള്ള അടുപ്പം വളരെ വിവരണാതീതമാണ്. എല്ലാ കാര്യവും ഓരോന്നോരോന്ന് എടുത്ത് പറയാനായിട്ടുള്ള സന്ദർഭമല്ല ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഒരു നിയോഗം പോലെ ഞാൻ ഇവിടെ എത്താനും ഇന്നിങ്ങനെ ഒരു അനുശോചനം നടക്കുന്നു എന്ന് എൻ്റെ വീടിനടുത്തുള്ള ശ്രീ ദിവാകർജി എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഈ മാലിന്യമായി എന്നെ വന്ന് കണ്ടത്. എന്നെ ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ മാലിന്യയുടെ പേരൊക്കെ മറന്നുപോയി, എങ്കിലും എനിക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ 10 വർഷത്തിന് മേലെ തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമാണ്. ഏതായാലും ഞാൻ ഇവിടെ വന്ന് അദ്ദേഹത്തെ ഓർക്കാൻ ഒരു അവസരം ലഭിച്ചത് ഒരു മുജ്ജന്മ സുഹൃതമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിലനിൽക്കും. ആ കുടുംബത്തിന് എൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടും ആ സ്മരണ നിലനിൽക്കട്ടെ എല്ലാവരിലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.